LDF-ൽ നിന്നും CPI വിട്ടുപോയാൽ ഏറ്റവും വലിയ നേട്ടം കേരള കോൺഗ്രസ് എമ്മിനായിരിക്കും എന്ന രീതിയിലേക്കാണ് മുന്നണിയിൽ ചർച്ചകൾ നടക്കുന്നത്. അതായത് ജോസ് കെ മാണി വിഭാഗത്തിന് കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷത്തിനുള്ളിൽ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും കാര്യങ്ങൾ പോകുക CPI മുന്നണി വിടുകയാണെങ്കിൽ എന്ന രീതിയിൽ. കാരണം നിരവധിയാണ്. CPIയുടെ പല സിറ്റിംഗ് സീറ്റുകളിലും കേരള കോൺഗ്രസ് എമ്മിന് നോട്ടമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജു എബ്രഹാം 5 തവണ റാന്നി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്. എന്നിട്ടാണ് പൊടുന്നനെ അവിടെ പ്രമോദ് നാരായണന് വേണ്ടി ആ സീറ്റ് കേരള കോൺഗ്രസ് എം ചോദിച്ച് മേടിച്ചത്. എന്നാൽ അന്നേരം അദ്ദേഹം ജയിച്ചത് 1000-ന് താഴെ വോട്ടുകൾക്കാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള കോൺഗ്രസ് എം നനഞ്ഞട കുഴിക്കുകയാണ്. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊരു ശൈലിയുണ്ട്. അതുതന്നെയാണ് ജോസ് കെ മാണിയുടെ രീതി. ഒട്ടും മെയ്യരങ്ങാതെ കൃത്യമായി കൂലി വാങ്ങിക്കുക എന്നതാണ് ജോസ് മോൻ്റെ സിദ്ധാന്തം. ഇപ്പോൾ രാജ്യസഭയിൽ സുഖലോലിപനായി കുടിരും കൊണ്ടിരിക്കുന്നു. ഇനിയും രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ കൃത്യമായും ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നാലേ മതിയാവുകയുള്ളൂ എന്ന് ജോസ് മോന് നന്നായി അറിയാം. കൂടെയുള്ള അണികളെയും നേതാക്കളെയും ഒക്കെ ഒപ്പം നിർത്തുന്നത് ജോസ് മോൻ്റെ ഈ അധികാരത്തോടുള്ള ഭ്രമം, അത് എല്ലാവർക്കും നൽകാം എന്നുള്ള വാഗ്ദാനത്തിൻ്റെ പുറത്താണ്. എന്നാൽ റോഷിക്ക് ഒട്ടും താല്പര്യമില്ല ഇടതുപക്ഷത്ത് നിൽക്കാൻ. CPI മുന്നണി വിട്ടു പോയാൽ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടും. ഒരുപക്ഷേ UDF കൊടുത്തിട്ടുള്ള 15 സീറ്റുകളേക്കാൾ ഏറെ കേരള കോൺഗ്രസ് എമ്മിന് ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലഭിക്കും എന്ന് പാർട്ടി അണികളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ്. അതേസമയം തൻ്റെ എതിരാളിയായ PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ്സിന് സീറ്റുകൾ 10-ൽ കൂടുതൽ കിട്ടാനേ പോകുന്നില്ല എന്ന രീതിയിലേക്കും ഇപ്പോൾ ജോസ് കെ മാണി തട്ടിവിടുകയാണ്. എന്നാൽ സാഹചര്യം അങ്ങനെയല്ല. CPI മുന്നണി വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായിട്ട് പറയാൻ കഴിയില്ല. പിന്നൊരു കാര്യമുണ്ട്, മൊത്തത്തിൽ കപ്പലും കപ്പിത്താനും മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്ര സീറ്റ് നൽകിയിട്ട് എന്ത് കാര്യം? BJPക്കുള്ളിൽ ഇപ്പോൾ കേരളത്തിലെ NDAക്കുള്ളിൽ BJPക്ക് 100-ൽ കൂടുതൽ സീറ്റിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസും ഇവിടുത്തെ CPIM മത്സരിക്കുന്നതിനേക്കാൾ ഒക്കെ എത്രയോ ഏറെ സീറ്റുകളിൽ BJP തനിച്ച് തന്നെ മത്സരിക്കുന്നുണ്ട്. സഖ്യകക്ഷിയായ BDJS ഇല്ലാതെ തന്നെ 110ഓളം സീറ്റുകളിൽ BJP കേരളത്തിൽ മത്സരിക്കുകയല്ലേ. എന്നാൽ ആരെങ്കിലും BJPയുടെ ജയസാധ്യതയെക്കുറിച്ച് പറയുമോ? കാരണം അവർക്ക് ഉള്ള സീറ്റ് കൂടി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതേ സാഹചര്യം തന്നെയാണ് ജോസ് കെ മാണിയുടെ അവസ്ഥയെന്നാണ് CPI പറയുന്നത്. ജോസ് കെ മാണിക്ക് കൃത്യമായി ജനങ്ങൾ നൽകും മറുപടി. പാലായിൽ അതിൻ്റെ തുടക്കം മാത്രമാണ് കണ്ടത്. കോട്ടയം പാർലമെൻറ്റിൽ അതിൻ്റെ പിന്നീടുള്ള സ്റ്റേജ് കണ്ടു. ഇനിയും കേരള കോൺഗ്രസ് എം നനഞ്ഞ ഏറുപടക്കം തന്നെയായിരിക്കുമെന്ന് കൃത്യമായി ജോസഫ് ഗ്രൂപ്പും CPIയും വിശദീകരിച്ചിരിക്കുകയാണ്.